ബറോസ്, ലാലേട്ടൻ്റെ പുതിയ പടം ബറോസ് വരുന്നു, എവിടെ നോക്കിയാലും ബറോസ് മാത്രം. അപ്പോൾ പിന്നെ ഞാൻ നോക്കി എന്നാൽ ഇത് തന്നെ എടുത്താക്കാം. അങ്ങനെ ഒരു വാച്ച് വാങ്ങിച്ചു. ഡെയിലി ഈ ബറോസിൻ്റെ സംഭവം കൊണ്ടുവരിക എന്നുള്ളതാണ് പ്ലാൻ. അങ്ങനെ വന്നിട്ടാണ് ആ ഒരു വാച്ച് ഉണ്ടാകുന്നത്. ലാലേട്ടന് വേണ്ടിയിട്ട് ബറോസ് എന്നുള്ള സംഭവം വെച്ചിട്ടൊരു വാച്ച്. അതാണ് എനിക്ക് ഒരിക്കൽ നമ്മുടെ ആൻ്റണി ചേട്ടൻ്റെ നമ്പർ ആൻറ്റി അപ്പം തന്നെ വിളിച്ച്, ഞാൻ അവിടെ ഒരാളുടെ നമ്പർ തരാം, അയാളൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് നടന്ന എല്ലാ സ്വപ്നങ്ങളാണ്. ഹലോ വെൻകാനായി കോൾ ചെയ്യുന്നുണ്ടൊരു മെസ്സേജ്. ഇത് നേരെ വിളിക്കുന്നു, പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ജിനീഷ്, ഹൗ ആർ യു? ചെന്നാഗിരിയാ, എപ്പിടി ഇരിക്കും, നല്ല ഇരിക്കുங்களா, സുഖമാണോ? 4 ഭാഷയിൽ ഒരേ കാര്യം ചോദിച്ച ഏക വ്യക്തി ലാലേട്ടനാണ്. ഞങ്ങളുടെ ബോസിൻ്റെ കുറച്ച് വാച്ചുകളൊക്കെ ഒന്ന് ശരിയാക്കണം, നിങ്ങളൊന്ന് വന്നിട്ട് സാറിനൊന്ന് മീറ്റ് ചെയ്തിട്ട് ഒന്ന് ഈ വാച്ച് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു ഓഫീസ്, അവിടെ സാറിരിക്കുന്നു. അതാരാന്നറിയുമോ? സാക്ഷാൽ പ്രകാശ് വർമ്മ. അദ്ദേഹമാണ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ. ടൈം ആൻഡ് വീട് ആദ്യത്തെ കസ്റ്റമറാണ് പുള്ളി. ഈ രാകേഷ് ശർമ്മയുടെ വാച്ച് തേടിയെത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒരു കസ്റ്റമർ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്തൊരു ഒരു ഹിസ്റ്റോറിക്കൽ വാച്ച് ഉണ്ട്, നിങ്ങൾക്ക് അത് റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം, പക്ഷെ എനിക്ക് ഉറപ്പില്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്ത് അവസാനം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പുള്ളിക്ക് അയച്ചിട്ട് സാർ ഇത് റെഡിയാകുന്നു. അപ്പോൾ പുള്ളിക്ക് ഡു യു നോ ഹൂസ് വാച്ച് ഇറ്റ് ഈസ്? സാക്ഷാൽ രാകേഷ് ശർമ്മയുടെ വാച്ചാണ്. ഞാൻ ഞെട്ടിയൊന്നുമില്ല, കാരണം രാകേഷ് ശർമ്മ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഞെട്ടേണ്ട ആവശ്യമില്ല. ഒരു റോളക്സ് വാച്ച് മേടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കൊച്ചിയിലോ മറ്റെവിടെയെങ്കിലും ഷോറൂമിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാച്ച് മേടിക്കാൻ കിട്ടില്ല. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കും. ഇപ്പോൾ നമ്മൾ ഫുൾ പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മളൊരു 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. അത്രയ്ക്ക് ഡിമാൻഡാണ്. ആ വാച്ച് അന്നേരം വരുള്ളൂ. അന്നേരം വരുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം, ഒരു 3 വർഷം കഴിയുമ്പോൾ കാണാമെന്ന്. ആ റോളക്സ് ഷോറൂമിൽ പോയിട്ട് ഒരു വാച്ച് പൈസ കൊടുത്ത് മേടിക്കാം എന്ന് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു. ലോട്ടറി അടിച്ച് കിട്ടിയിട്ടൊന്നും അത് മേടിക്കാൻ നടക്കില്ല.